ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾക്ക് നേരെ നീ കൈ ഓങ്ങിയാൽ നിന്റെ കൈ ഞാൻ വെട്ടും. വേണ്ടി വന്നാൽ കഴുത്തും. അമ്മേ ഇരിക്കടാ. 10 മാസം ചുമന്നൊരു വയറിന് നീ ഏത് വേഷം കെട്ടി മുന്നിൽ വന്നാലും തിരിച്ചറിയാൻ പറ്റുവാടാ. അതെ, നിങ്ങൾ എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. എനിക്കതിലൊന്നും താല്പര്യമില്ല. താല്പര്യം വേണ്ട. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ബാധ്യതകളുടെ പേരിൽ എന്റെ കുടുംബത്തിൽ ഒരാളെ താമസിപ്പിക്കാനുള്ള തീരുമാനം നിന്റെ കമ്പനി എടുത്തത്. ഒരാള് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരിക്കൽ പോലും അത് നീയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരിക്കൽ ഞാൻ നിന്നെ അവിടുന്ന് അടിച്ചിറക്കിയതല്ലേടാ. വീണ്ടും തിരിച്ചു കയറാൻ നിനക്ക് ഒട്ടും നാണമില്ലടാ. നിന്റെ ലക്ഷ്യം നിത്യയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ ദ്രോഹിക്കാൻ നീ ശ്രമിച്ചപ്പോഴൊക്കെ ഞാനത് തടുത്തിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് ശക്തിയുണ്ട്, സാമ്പത്തികമായ പിൻബലമുണ്ട്. പക്ഷെ അവളിപ്പോഴും ഞാൻ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന എന്റെ മോള. അവൾക്ക് നേരെ നീ കൈ ഓങ്ങിയാൽ നിന്റെ കൈ ഞാൻ വെട്ടും. വേണ്ടി വന്നാൽ കഴുത്തും. അമ്മേ ഇരിക്കടാ. ഇപ്പൊ നിനക്ക് പഴയ താളബോധം ഇല്ല. നീ ജയാറാണെന്നുള്ള ബോധമില്ല. നീ ഇപ്പോഴും ജീവനായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. ഒരമ്മയുടെ നെഞ്ച് തകർത്തവനാ നീ. ഒരു കുടുംബത്തിന്റെ നട്ടെല്ല് തകർത്തവനാ നീ. മനസാക്ഷിയില്ലാതെ മറ്റുള്ളവരെ കൊന്നു തള്ളിയവനാ. ആ നിന്നോട് അറുപ്പും വെറുപ്പും മാത്രമേ എനിക്കും എന്റെ കൂടെ നിൽക്കുന്നവർക്കും ഉള്ളൂ. ഇപ്പൊ നീ കളിച്ചൊരു വൃത്തികെട്ട കളിയുണ്ടല്ലോ, അതൊരിക്കൽ കൂടി ആവർത്തിച്ചാൽ എന്റെ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചു പോവരുത്. കേട്ടല്ലോ നീ? ഇത്രയും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല. അമ്മേ, അമ്മ എങ്ങോട്ടാ അമ്മേ പോയത്? അതിപ്പോ നീ അറിയണ്ട. പോയി വരുമ്പോ എന്താണെന്ന് പറയാന്നല്ലേ അമ്മേനോട് പറഞ്ഞത്? അതറിഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. നിസാര കാര്യത്തിനല്ല അമ്മ പോയതെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ പോയത്
എന്റെ മകന്റെ അടുത്തേക്കാ. ഞാൻ പ്രസവിച്ച എന്റെ മകന്റെ അടുത്തേക്ക്. ജയർ, ആ വേഷം കെട്ടല് ഇനി എന്റെ മുമ്പിൽ നടക്കില്ലെന്ന് പറയാനാ ഞാൻ പോയത്. ജയർ, അവനിട്ടിരിക്കുന്ന മുഖംമൂടി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു? അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പറയേണ്ടത് ഞാനല്ലേ? അത് വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ കുടുംബത്തേക്ക് അവൻ കാലെടുത്ത് വെക്കില്ല. വെച്ചാൽ എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയുള്ള പരാതിയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നാലും ഇപ്പൊ ഇങ്ങനൊരു പോക്കിന്റെ ആവശ്യമുണ്ടായിരുന്നു അമ്മേ? പിന്നെ ഞാൻ എങ്ങനെയാ സഹിച്ചു നിൽക്കേണ്ടത്? അവന് വേണ്ടത് നിന്റെ ജീവനല്ലേ, നിന്റെ ജീവിതമല്ലേ? അത് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവൻ നിന്നെ തൊടില്ല, നിന്റെ ജീവിതത്തിൽ തൊടില്ല. അമ്മ ഒന്ന് വീട്ടിലേക്ക് കയറി വന്നേ. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ വെച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം? വേണ്ട, ഇത് നിത്യേച്ചി കേൾക്കേണ്ട കാര്യമൊന്നുമല്ല. ആ, എങ്കിലും എനിക്കും കേൾക്കേണ്ട കാര്യമില്ല. അമ്മ എന്തിനാ എങ്ങനെ വാശി പിടിക്കുന്നേ? എനിക്ക് പറയാനുള്ളതേ നമ്മുടെ കുടുംബകാര്യോ. നിത്യ എന്താ നമ്മുടെ കുടുംബത്തിലെ അല്ലേ? ജ്യോതി, ഇങ്ങനെ വേർതിരിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് പറയേണ്ട കാര്യം അമ്മയോടും, മറ്റുള്ളവരോട് പറയേണ്ട കാര്യം മറ്റുള്ളവരോടും. എനിക്കതിന്റെ വ്യത്യാസമൊക്കെ തിരിച്ചറിയാം. അമ്മ വരുന്നുണ്ടെങ്കിൽ വാ. അമ്മ ചെല്ല്. അല്ല മോളെ, അത് എനിക്ക് സംസാരിക്കാനുള്ളതേ എന്റെ ജീവിതത്തെ കുറിച്ചാ. മറ്റുള്ളവരുടെ കാര്യത്തിൽ എടുക്കുന്ന താല്പര്യം എന്റെ കാര്യത്തിലും എടുത്താൽ കൊള്ളാം. ചെല്ലമ്മേ, അവള് സംസാരിക്കുന്നത് കേട്ടിട്ട് അവക്കെന്തോ സീരിയസ് ആയ ഇഷ്യൂ പോലെയാ. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ? പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിന്റെ മുമ്പിൽ സംസാരിക്കാൻ പറ്റില്ലേ? അമ്മ ആദ്യം പോയി കാര്യം എന്താണെന്ന് ചോദിക്ക. എന്നിട്ടല്ലേ എന്റെ മുന്നിൽ സംസാരിക്കാത്തത് എന്താണെന്ന് അറിയാൻ പറ്റൂ. ചെല്ലമ്മേ.